ഹലോ, ഡേസീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആന്ധ്രയിലെ സ്പെഷ്യലായ ഒരു ഡിഷാണ് ഞാൻ കാണിക്കുന്നത്. ചെമ്മീൻ മുട്ട കറി, പ്രോൺസ് എഗ്ഗ് കറി കാണിക്കാൻ പോവാണ്. ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 1/2 kg ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി ക്ലീൻ ചെയ്ത് കുറച്ച് ഉപ്പും മഞ്ഞളും പുരട്ടി ഒരു 1/2 hour വെച്ചു. 1/2 kg ഉണ്ട്. 1/2 kgക്ക് 5 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ഒരു 4 ഇങ്ങനെ കീറിയിട്ടുണ്ട്. 4 സൈഡും കീറി വെച്ചിരിക്കുകയാണ്. 4 സൈഡും സെപ്പറേറ്റ് ആക്കിയിട്ടില്ല. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 2 വലിയ തക്കാളി, 2 വലിയ ഉള്ളി, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, 1 സ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3 സ്പൂണ് പുളിവെള്ളം, ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട പൊടികൾ: ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾ, 1/2 സ്പൂൺ ജീരകം പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, ലാസ്റ്റിലൊരു 2 പിഞ്ച് ഗരം മസാല. ഇത്രയും ഐറ്റംസാണ് മുട്ടയും ചെമ്മീനും കറി ഉണ്ടാക്കാൻ വേണ്ടുന്നത്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഓക്കെ. അപ്പം ഞാൻ പാത്രത്തിൽ ഒരു 4 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിരുന്നു. അതിലാദ്യം ചെമ്മീൻ ചേർക്കാം. ചെമ്മീനൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം എണ്ണയിൽ. ഇപ്പം വെള്ളമെല്ലാം ഇറങ്ങി വന്ന് വെള്ളം ഒന്ന് പറ്റി വരണം. ഇതിലേക്ക് വേണ്ടുന്ന ഇച്ചിരി ഉപ്പും മഞ്ഞളും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെള്ളം ഇറങ്ങി വന്ന് ഒന്ന് പറ്റിച്ചെടുക്കാം. മൂടി വെച്ച് ചെയ്യാം. ഇപ്പോൾ വെള്ളം പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇതെടുത്ത് മാറ്റി ചെമ്മീനെടുത്ത് മാറ്റി ആ എണ്ണയിൽ തന്നെ ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്യാം. ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. എടുത്ത് മാറ്റി ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ചെമ്മീനും മുട്ടയും ഫ്രൈ ചെയ്തു എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ തന്നെ ഉള്ളി വഴറ്റാൻ പോവുകയാണ്. ഉള്ളി ഒരു ഫ്രൈ ആവണ്ട, ഒന്ന് നല്ലോണം വഴന്ന് കിട്ടണം ഉള്ളി. ഉള്ളി ഒരു ഇച്ചിരി വഴന്ന് കഴിയുമ്പോൾ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഉള്ളി ഒരുവിധം വഴന്നുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ചേർത്തു. ഇതും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇനി വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. കുറച്ച് വഴന്ന് കഴിയുമ്പോൾ വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റ് 1 സ്പൂണ്. ഇതിൻ്റെ പച്ചമണം പോകുന്ന പോലെ നന്നായി ഫ്രൈ ചെയ്യണം. അത് കഴിഞ്ഞ് തക്കാളി ചേർക്കാം. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് നന്നായി പച്ചമണം പോയി. ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി നന്നായി വഴന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ പൊടികളെല്ലാം ചേർക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി പൊടികളെല്ലാം ചേർക്കാൻ പോവുകയാണ്. പൊടികളെല്ലാം ചേർത്ത് ഒന്ന് വഴന്ന് വരണം. പൊടികളെല്ലാം ചേർക്കാൻ പോവുകയാണ്. ഇതിൽ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. ഒന്ന് ചൂടായി അതിൻ്റെ പച്ചമണം പോകുന്നവരെ പൊടികളൊന്ന് വഴറ്റാം. പൊടികൾ വഴറ്റിയിട്ട്
എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. പുളിവെള്ളം പുളിക്കാൻ ആവശ്യത്തിന് പുളിക്ക് 2 സ്പൂണ് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. നന്നായി ഫ്രൈ ആയി എണ്ണയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കിരിഞ്ഞ് വരുന്നുണ്ട്. ഇനി 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോൾ ചെമ്മീനും മുട്ടയും ഇടാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇനി മുട്ടയും ചെമ്മീനും ഇടാൻ പോവാണ്. ഇതിൽ കിടന്നൊരു 10 മിനിറ്റ് മൂടി വെച്ച് 10 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വേകണം ഈ ഗ്രേവിയിൽ കിടന്ന്. അപ്പോൾ ആന്ധ്രയിലെ സ്പെഷ്യൽ ഐറ്റമായ ഈ കറി റെഡി ആയിട്ടുണ്ട്. ഗ്രേവി വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഗ്രേവി വേണ്ട എന്നുള്ളവർക്ക് കുറച്ച് പറ്റിക്കാം. ഞാൻ മുട്ടയുടെ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായി ഇറങ്ങാൻ വേണ്ടി ഒരു മുട്ട മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും ഗ്രേവി വേണം. സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും ഗരം മസാലയും ചേർക്കാം. കുറച്ച് മല്ലിയിലയും ചേർക്കാം. ഒരു 1/4 സ്പൂണ് ഗരം മസാല ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. നല്ല മണം വരുന്നുണ്ട്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. അപ്പോൾ ആന്ധ്രക്കാരുടെ സ്പെഷ്യലായ ഈ ഐറ്റം നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കൂ കൂട്ടുകാരെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ കറി റെഡി. സ്റ്റവ് ഓഫ് ചെയ്തു. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടാൽ കറി റെഡി. പ്രോൺസ് എഗ് കറി റെഡി. ചെമ്മീൻ മുട്ട കറി. അപ്പോൾ ചെമ്മീൻ മുട്ടക്കറി ടേസ്റ്റ് നോക്കാം. ഒരു കഷ്ണം മുട്ടയും കൂടി എടുത്ത് റൈസും ചെമ്മീൻ കറിയും കൂട്ടി ഇങ്ങനെയാണ് ടേസ്റ്റ് ഒന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പുളിയും ഇപ്പം എല്ലാം കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറൊരു ഡിഷുമായി ഇനിയും കാണുന്നവരെ ബൈ.